കോൺഗ്രസിൻ്റെതിൽ നിന്ന് CPIM-ലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CPIM ഊന്നൽ നൽകുന്നത് കോൺഗ്രസ് തൊടാതെ വിട്ട ഇടങ്ങളിലാണ് എന്നുള്ളതാണ്. അതായത് CAA, PMLA, UAPA ഇതൊക്കെ തൊട്ടുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക എന്നതാണ് CPIM-ന്റെ പ്രകടന പത്രികയെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതായത് ഡ്രാക്കോണിയൻ ലോസ് അതെല്ലാം റദ്ദാക്കുമെന്നാണ് CPIM പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ തന്നെ PMLA, UAPA ഇത് മൂന്നും തങ്ങൾ റദ്ദാക്കും എന്നാണ് CPIM വാഗ്ദാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുമായി ഏറ്റവും കൂടുതൽ റിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര നികുതിയുടെ എത്ര ശതമാനം അതേക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിലെ കുറവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിലും ഒരു കാര്യം പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. കേന്ദ്ര നികുതിയുടെ 50% സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാഗ്ദാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ധനവിലയിലെ ഇടപെടലാണ്. ഇന്ധനവില കുറയ്ക്കും എന്നുള്ള വാഗ്ദാനം CPIM-ന്റെ പ്രകടന പത്രികയിൽ നമുക്ക് കാണാം. പിന്നെ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങൾ അതിലൊക്കെ തൊട്ടുപോകുന്നുണ്ട് ഈ പ്രകടന പത്രിക. വിലക്കയറ്റം നിയന്ത്രിക്കും, അതുപോലെ ജാതി സെൻസസ് നടത്തുമെന്ന് കോൺഗ്രസും പറയുന്നുണ്ട്, CPIM-ഉം പറയുന്നുണ്ട്. അതോടൊപ്പം സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യം കൂടിയുണ്ട്. തൊഴിലുറപ്പ് കൂലി അതിപ്പോൾ കിട്ടുന്നതിന്റെ ഇരട്ടിയാക്കും എന്നുള്ള വാഗ്ദാനമാണ് വെച്ചിരിക്കുന്നത്. മറ്റു ചില വിവാദ വിഷയങ്ങളിൽ കൂടി സ്പർശിച്ചുകൊണ്ടാണ് ഈ പ്രകടന പത്രിക പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവർണർ കെയർ ഓഫ് CM അതായത് ചീഫ് മിനിസ്റ്റർ ഗവർണറെ തെരഞ്ഞെടുക്കുന്നതിനായി മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്ന ഒരു സമിതി കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് സർക്കാരിന് താല്പര്യമില്ലാത്ത കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഗവർണർ കേന്ദ്ര താല്പര്യങ്ങൾ നടപ്പാക്കാൻ നോക്കുന്നു. അതാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ വിവാദമായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഗവർണറെ അയക്കുന്നത് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന 3 പ്രമുഖരുടെ പട്ടികയിൽ നിന്ന് ഗവർണറെ തെരഞ്ഞെടുക്കുന്ന ഒരു രീതി കൊണ്ടുവരുമെന്നാണ് CPIM പറയുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു വാഗ്ദാനം CPIM കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം, വിദേശ നിക്ഷേപം അത് പൂർണ്ണമായും നിർത്തലാക്കും എന്നതാണ് CPIM-ന്റെ വാഗ്ദാനം. അതോടൊപ്പം തന്നെ കേന്ദ്ര നയങ്ങൾ അത് അടിച്ചേൽപ്പിക്കുന്നതിനുള്ള നീക്കം തടയും എന്നും CPIM പറയുന്നു. ഇതെല്ലാം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാലുള്ള നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം GDP-യിൽ 6% അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കുമെന്നുള്ള സുപ്രധാനമായ പ്രഖ്യാപനവും നമുക്ക് കാണാം. സംസ്ഥാനങ്ങളുടെ ഫെഡറലിസത്തിന്മേലുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫെഡറൽ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്ന രീതിയിലായിരിക്കും തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. സ്വകാര്യ രംഗത്ത് അതായത് പൊതുമേഖലയിലുള്ളതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും സംവരണം കൊണ്ടുവരും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനവും നമുക്ക് കാണാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇലക്ട്രൽ ബോണ്ട് വലിയ ചർച്ചാ വിഷയമാണല്ലോ. അതിന്മേൽ തൊടുന്നത് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്ക് സർക്കാർ ഫണ്ട് നൽകുന്ന സംവിധാനം കൊണ്ടുവരും. അതായത് കോർപ്പറേറ്റ് സംഭാവനകൾ പൂർണ്ണമായും നിരോധിക്കും എന്നാണ് CPIM-ന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. മറ്റൊരു കാര്യം ജമ്മു കശ്മീരിനെ കുറിച്ചാണ്. ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ച് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ള വാഗ്ദാനവും CPIM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കാണാം. ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. മറ്റു കാര്യങ്ങളും ഈ പ്രകടന പത്രികയിൽ പറഞ്ഞു പോകുന്നുണ്ട്.